Theorem. Let f be a continuous function real function on the interval ab if f of a less than f of b and if c is a number such that f of a less than c less than f of b, then there exists a point x in open interval ab such that f of x is equal to c. അതായത് നമ്മുടെ ഈ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നമ്മുടെ എഫിൻ്റെ റേഞ്ചിലുള്ള രണ്ട് പോയിൻറ്റ്സാണ്. അത് രണ്ടും ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി, വേറൊരു സാധ്യതയും കൂടിയുള്ള എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബിയും കൂടി സാധ്യതയുണ്ട് ഡിഫറൻ്റ് ആകുമ്പോൾ. അപ്പോൾ ഈ കേസിൽ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സി ഉണ്ടെന്ന് വിചാരിക്കുക. സി ഇപ്പോൾ സിക്ക് ഒരു പ്രീഇമേജ് ഉണ്ടായിരിക്കുന്നതാണ്. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു പ്രീഇമേജ് ഉണ്ടായിരിക്കുന്നതാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ അതേ കേസ് തന്നെയാണ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആയാലും ഇതേ സിറ്റുവേഷൻ തന്നെ. എഫ് ഓഫ് എയുടെ എഫ് ഓഫ് ബിയുടെ ഇടയിൽ ഒരു സി ഉണ്ടെങ്കിൽ അതിനൊരു പ്രീഇമേജ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലും ഉണ്ടായിരിക്കും എന്നുള്ളതും സെയിം തന്നെയാണ്. ആ റിസൾട്ടും ശരി തന്നെയാണ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. നമുക്കറിയാം ഈ കാര്യം നമുക്കറിയാം. ക്ലോസ് ഇൻ്റർവൽ എ ബി കണക്റ്റഡ് ആണ് നമുക്കറിയാം. ഈസ് കണക്റ്റഡ്. കാരണം അത് നമ്മൾ നേരത്തെ ഒരു തിയറത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ക്ലോസ് ഇൻ്റർവൽ കണക്റ്റഡ് ആവുന്നതെന്ന്. നമ്മൾ ഈ തിയറം 2.47 എന്ന് പറയും. അതായത് തിയറം ഇതാണ്: എ സബ്സെറ്റ് ഇ ഓഫ് ദി റിയൽ ലൈൻ is connected if and only if it has the following property. It has the following property. That is, if x element of E, y element of E and x less than z less than y, then z element of E. ഇതാണ് ആ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ ക്ലോസ് ഇൻ്റർവൽ എ ബി ഹാസ് ദിസ് പ്രോപ്പർട്ടി. കാരണം നിങ്ങൾ ഒരു എക്സും വൈ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് ഒരു എക്സും വൈ എടുക്കുന്നു. എക്സ് ലെസ് ദാൻ വൈ ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയിൽ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ സെറ്റ് ഈ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ തന്നെയുള്ള എലമെൻ്റ് ആയിരിക്കും.
കാരണം ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ആ സെറ്റാണ് ക്ലോസ് ഇൻ്റർവെൽ എ ബി. അതുകൊണ്ട് എക്സിൻ്റെയും വൈൻ്റെയും ഇടയിലുള്ള ഏത് എലമെൻറ്റും ഈ സെറ്റിൽ തന്നെ വരും. അതുകൊണ്ട് ഇത് കണക്റ്റഡാണ്. സോ ക്ലോസ് ഇൻ്റർവെൽ എ ബി ഈസ് കണക്റ്റഡ്. ക്ലോസ് ഇൻ്റർവെൽ എ ബി കണക്റ്റഡ് ആണ് എന്ന കാര്യം നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ഹെൻസ് ഇപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ എ ബി കണക്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി, എഫിൻ്റെ ഇമേജ് അതായത് റേഞ്ച് കണക്റ്റഡ് ആണ്, ഈസ് കണക്റ്റഡ്. നമ്മുടെ തിയറം തൊട്ട് മുമ്പത്തെ തിയറം 4.22 അതിൻ്റെ റേഞ്ച് കണക്റ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് എ കണക്റ്റഡ് ബൈ ദിസ് കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് R, കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് R. അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഉപയോഗിക്കും. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ബിയിലുണ്ടെന്ന് നമുക്കറിയാം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ബിയിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ തന്നിരിക്കുന്നൊരു കാര്യം, ഗിവൺ ദാറ്റ് എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി, ദെൻ സി എലമെൻ്റ് ഓഫ് എഫ് ഓഫ് എ ബി. കാരണം നമ്മുടെ ഇവിടെ ഉപയോഗിച്ചത് എഫ് ഓഫ് എ ബി കണക്റ്റഡ് എന്നുള്ളതാണ്. എഫ് ഓഫ് എ ബി കണക്റ്റഡ് സിൻസ് എഫ് ഓഫ് എ ബി ഈസ് കണക്റ്റഡ്. This implies, ഇപ്പോൾ കണക്റ്റഡ് എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ദിസ് ഇംപ്ലൈസ്, അപ്പോൾ സി എന്ന് പറയുന്നത് എഫിൻ്റെ റേഞ്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. ദിസ് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് എക്സ് എലമെൻ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഈ എക്സ് എന്ന് പറയുന്നത് എ ആവുമോ? ഇല്ല. ഹിയർ ദിസ് എക്സ് നോട്ട് ഈക്വൽ ടു എ, കാരണം സിൻസ് വി ഹാവ്, നമുക്കറിയാം എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് സി ആണ് നമുക്കറിയാം. സോറി, എഫ് ഓഫ് എ ലെസ് ദാൻ സി ആണ്. ഇനി എക്സ് എ ആയിരുന്നെങ്കിൽ ഈ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇഫ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ഐ ആയിരുന്നെങ്കിൽ എന്ത് കിട്ടുമായിരുന്നു? എക്സ് ഈക്വൽ ടു എ ഇംപ്ലൈസ്, എക്സ് ഈക്വൽ ടു എ ആയിരുന്നെങ്കിൽ നമുക്ക് സി ലെസ് ദാൻ സി എന്ന് വരും. കാരണം എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആ സമയത്ത് സി ആവും. അപ്പോൾ സി ലെസ് ദാൻ സി വരും. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമല്ല. അതേപോലെ ഓൾസോ എക്സ് നോട്ട് ഈക്വൽ ടു ബി, സിൻസ് സി ലെസ് ദാൻ എഫ് ഓഫ് ബി. ഇവിടെ അതേ കാര്യം തന്നെ പറയാം. ഇഫ് എക്സ് ഈക്വൽ ടു ബി ആയിരുന്നെങ്കിൽ നമുക്കെന്ത് കിട്ടും? വി വിൽ ഗെറ്റ് സി ലെസ് ദാൻ സി എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ് എയും ബി ആവില്ല. സോ ദി കൺക്ലൂഷൻ ഈസ്, there exists x element of open interval AB
എക്സ് ക്ലോസ് ഇൻറ്റർവൽ എ ബിയിൽ നിന്ന് ആദ്യം പറഞ്ഞു, പിന്നെ എക്സ് എയും ബിയും ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ് ഓപ്പൺ ഇൻറ്റർവൽ എ ബിയിലായിരിക്കണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി. So we have proved the theorem. We have the theorem നമ്മൾ പ്രൂവ് ചെയ്തു. ഇതേ കേസ് തന്നെയാണ് നമ്മൾ എഫ് ഓഫ് എ ലെസ് ദാൻ സി ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ് നമ്മളെടുത്തത്. അപ്പോൾ നേരെ തിരിച്ചായാൽ, അതായത് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഇങ്ങനെയായാലും ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആയിരുന്നെങ്കിൽ അത് ആ സിക്ക് ഒരു പ്രീമേജ് ഉണ്ടാവും. ഈ റിമാർക്ക് ദ തിയറം ഫോർ 4.23 is true if f of a greater than f of b. അപ്പോൾ അടുത്ത ഈ റിമാർക്ക് തന്നെ അടുത്ത പോയിന്റ്, തിയറം സേസ് ദാറ്റ്, ഇതിൻ്റെ ഒരു മീനിങ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. തിയറം സേസ് ദാറ്റ് എ കണ്ടിന്യൂസ് real function assumes all intermediate values on an interval. അടുത്ത റിമാർക്ക്, ഇതിൻ്റെ കോൺവേഴ്സ് ശരിയല്ല. കോൺവേഴ്സ് ഓഫ് ദിസ് തിയറം ഇതിൻ്റെ കോൺവേഴ്സ് ശരിയല്ല എന്നാണ് പറയുന്നത്. അതായത് if any two points x1 less than x2 and for any number C between f of x1 and f of x1 and f of x2, there is a point x in x1 x2 such that f of x is equal to c. Then f may not be continuous. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മളൊരു കൗണ്ടർ എക്സാമ്പിൾ സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നീട് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ പിന്നീട് പറയും. ഒരു കൗണ്ടർ എക്സാമ്പിൾ വഴി നമുക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ട്,
പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതാണ് നമുക്ക് വേണ്ട എക്സാമ്പിൾ. അപ്പോൾ അടുത്തൊരു ഈ ഡെഫിനിഷൻ. We say that f is discontinuous at x element of D, where D is the domain of f, if f is not continuous at x. If is not continuous at x. അപ്പോൾ കണ്ടിന്യൂസ് ഒരു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ എക്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറയും. അടുത്തൊരു ഡെഫിനേഷൻ. നമ്മൾ മുമ്പ് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും. അത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിലൊന്ന് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് f is defined on opening interval AB we consider any point x such that a less than or equal to x less than or equal to b, a less than or consider any point like this, and then we write f of x plus is equal to q. അതായത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാം ഈ ലിമിറ്റ് എഫ് എൻ പോയിന്റിൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ പോലും ലിമിറ്റ് നമുക്ക് എൻ പോയിന്റിൽ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ക്യൂ ഇഫ്, ഇവിടെയാണ് നമ്മുടെ ഡെഫിനിഷൻ വരുന്നത്, ഈക്വൽ ടു ക്യൂ ഇഫ് എഫ് ഓഫ് ടി എൻ ടെൻസ് ടു ക്യൂ. അപ്പോൾ ടി എൻ എന്താണെന്ന് പറയണം. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫോർ ഓൾ സീക്വൻസസ് for all sequences Tn element of open interval xb. ഈ സീക്വൻസ് എക്സിൻ്റെ റൈറ്റിലാണ് വരുന്നത്. എക്സിൻ്റെ വലതുവശത്ത് വരുന്നൊരു സീക്വൻസ് അതിൻ്റെ ഇമേജ് ക്യൂവിലേക്ക് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയാം. സച്ച് ദാറ്റ് ഈ സീക്വൻസിന് പ്രത്യേകം എന്താ വെച്ചാൽ സീക്വൻസ് സച്ച് ദാറ്റ് ടി എൻ കൺവേർജസ് ടു എക്സ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് we called right hand limit of f right hand limit of f at x.
ഇനി ഇതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൊണ്ട് ഡിഫൈൻ ചെയ്യാം. സിമിലർലി let x is any point a less than or equal to x less than or equal to b, we write f of x minus equal to q if f of tn converges to q as n tends to infinity for all sequences tn. എക്സിൻ്റെ ഇടതുവശത്താണ് ഈ സീക്വൻസ് കൊണ്ട് tn is in the open interval x such that tn converges to x is called the left hand limit of f at x. നമ്മുടെ ഈ ഒരു റിമാർക്ക് അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എനി പോയിന്റ് x element of open interval ab, limit t tends to x, f of t exists if and only if f of x plus equal to f of x minus f of x plus equal to f of x minus equal to limit t tends to x f of t. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നു ആൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യൂ എന്ന് നമ്മൾ വിചാരിക്കുക. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് Tn is a sequence converges to x and Tn is a sequence converges to x and Tn is element of open interval xb. നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദിസ് ഇംപ്ലൈസ് ലിമിറ്റ് Tn tends to x f of Tn ഈസ് ഈക്വൽ ടു ക്യൂ. നമുക്കൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നമുക്കൊരു തിയറം ഉണ്ടായിരുന്നു. അതായത് എഫ് ഓഫ് ടി ആസ് ടി ടെൻസ് ടു എക്സ് ക്യൂ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു സീക്വൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. Tn is any sequence converges to, or Tn is any sequence converges to x, then f of Tn must converges to q. We have limit t tends to x, f of t equal to q, and we will be using theorem 4.2. രണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഈ കാണുന്നത് ഇത്
ഇത് ശരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് ആണ്. ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ക്യൂ ആണ്. ദിസ് ഇംപ്ലൈ ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു ക്യൂ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ക്യൂ ആണ്. ഇനി അതേപോലെ നൗ ലെറ്റ് ഇതേ രീതിയിൽ തന്നെ ലെറ്റ് ടി എൻ ടെൻസ് ടു എക്സ് ആൻഡ് ടി എൻ എക്സിൻ്റെ ഇടത് വശത്താണ് വിചാരിക്കുക. നേരത്തെ നമ്മൾ വലത് വശത്താണ് എടുത്തത്. അപ്പോൾ എ എക്സ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് ടി എൻ ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എൻ ഈസ് ഈക്വൽ ടു ക്യൂ. സിൻസ് നേരത്തെ അതേ റീസൺ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി of f of t equal to q, and we will be using theorem 4.2. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മളിത് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാണുന്നത് ശരിക്കും എഫ് ഓഫ് എക്സ് മൈനസ് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ക്യൂ ആണ്. അപ്പോൾ അതിൽ അത് എഫ് ഓഫ് എക്സ് മൈനസ് ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ. കാരണം എക്സിൻ്റെ ലെഫ്റ്റിലുള്ളൊരു സീക്വൻസ്, ഏത് സീക്വൻസും ഇതിൻ്റെ ഇമേജ് ക്യൂവിലേക്കാണ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സ് മൈനസ് എന്നാണ് പറയുക. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ക്യൂ, ആൻഡ് ദിസ് ഈസ് സെയിം ആസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. ഇനി കോൺവേഴ്സ്ലി വളരെ ക്ലിയറാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. ദിസ് ഇംപ്ലൈസ് ദാറ്റ് അപ്പോൾ ഇത് അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൻ്റെ ലിമിറ്റാണ് എഫ് ഓഫ് എക്സ് പ്ലസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ്, രണ്ടും സെയിം ആണ്. limit existing. This implies that limit t tends to x f of t exists. Now f of x plus equal to f of x minus is the limit. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ലാസ്റ്റ് റിമാർക്ക്. F is continuous at x if and only if. കണ്ടിന്യൂറ്റിക്ക് നമ്മൾ ഈ രീതിയിലുള്ള ലിമിറ്റ് ഉപയോഗിച്ചുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉപയോഗിച്ചുള്ളൊരു ഡെഫിനേഷനാണിത്. F is continuous at x if and only if f of x plus is equal to f of x minus is equal to f of x. കാരണം കണ്ടിന്യൂറ്റിക്ക് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരണം. അപ്പോൾ പക്ഷെ നമ്മൾ തൊട്ടുമ്പോൾ കണ്ടതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയും.